19 വർഷം നീണ്ടു നിൽക്കുന്ന ശനി മഹാദശ 4 രാശിക്കാർക്കാണ് സർവ്വ സൗഭാഗ്യ യോഗമായിട്ട് വരുന്നത്. ശനിയുടെ സ്വാധീനം ഓരോ രാശിക്കാരിലും വ്യത്യസ്ത ഫലങ്ങളാണ് നൽകുന്നത്. ശനി അനുകൂലമാണെങ്കിൽ ചില രാശിക്കാർക്ക് സർവ്വ സൗഭാഗ്യങ്ങൾ അനുഭവിക്കാൻ യോഗം ലഭിക്കുന്നതാണ്. ജ്യോതിഷപ്രകാരം 19 വർഷം നീണ്ടു നിൽക്കുന്ന ശനി മഹാദശ ആരംഭിക്കുകയാണ്. ഇതുമൂലം ശനിയുടെ അനുഗ്രഹം ചില രാശിക്കാർക്ക് ലഭിക്കുന്നതുമായിരിക്കും. ഇവരിൽ സാമ്പത്തിക ഉന്നമനം ഉണ്ടാകുന്നതിനാണ് കൂടുതലായിട്ട് വരുന്നത്. ജീവിതത്തിൽ നിരവധി നേട്ടങ്ങൾ സ്വന്തമാക്കാനാകും ഈ രാശിക്കാർക്ക് യോഗം ഉണ്ടായിരിക്കുന്നത്. സന്തോഷവും സമാധാനവും മാനസിക ഉല്ലാസവും കൈവരിക്കാൻ ഈ രാശിക്കാർക്ക് സാധിക്കും. ഈ സൗഭാഗ്യങ്ങൾ നേടിയെടുക്കുന്ന രാശിക്കാർ ഏതെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപ് പറഞ്ഞുകൊള്ളട്ടെ, രാശിയിൽ വരുന്ന നാളുകൾ ഏതൊക്കെയാണെന്ന് കൂടി നമുക്ക് കണ്ടറിയാം. കന്നി രാശി, ഇതിൽ വരുന്നത് ഉത്രം മുക്കാല്, അത്തം ചിത്തിര അര. ധനുരാശി മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ കാല്. തുലാം രാശി ചിത്തിരയുടെ അരഭാഗം ചോതി വിശാഖം അതിന് മുകളിലേക്ക്. മീനം പൂരുരുട്ടാതിയുടെ കാൽഭാഗം ഉത്രട്ടാതി രേവതി. ഇത്രയുമാണ് വരുന്നത്. കന്നി രാശിക്കാരുടെ ജാതകപ്രകാരം ഈ രാശിയിൽ ഏറ്റവും ശക്തനായി നിലകൊള്ളുന്ന ഗ്രഹമാണ് ശനി. കന്നി രാശിയിൽ 5-ാം ഭാവത്തിലും 6-ാം ഭാവത്തിലുമാണ് സ്ഥിതി ചെയ്യുന്നത്. അതിനാൽ തന്നെ കന്നി രാശിക്കാർക്ക് ശനിയുടെ കൃപയാൽ നിരവധി നേട്ടങ്ങൾ തന്നെയാണ് വരുന്നത്. സാമ്പത്തിക സ്ഥിതി ഈ രാശിക്കാരിൽ മെച്ചപ്പെടുന്നതായിരിക്കും. ഏത് പ്രതിസന്ധികളും തരണം ചെയ്യാൻ ഈ രാശിക്കാർക്ക് സാധിക്കുന്നതാണ്. ജീവിതത്തിൽ സന്തോഷകരമായ പല സംഭവങ്ങൾക്കും സാക്ഷ്യം വഹിക്കേണ്ടതായി വന്നേക്കാം. നിങ്ങളുടെ കഴിവുകൾ മറ്റുള്ളവർ അംഗീകരിക്കാനുള്ള സാധ്യതയും കൂടുതലാണ്. ഈ രാശിക്കാർക്ക് പ്രശസ്തി വർദ്ധിപ്പിക്കുവാനായിട്ട് സാധിക്കുന്നതാണ്. പല ആനുകൂല്യങ്ങളും ഈ രാശിക്കാരെ തേടി എത്തുന്നതായിരിക്കും. അടുത്തത് ധനുരാശിയാണ്. ധനുരാശിയുടെ 2-3 ഭാവങ്ങളുടെ അധിപനായി നിലകൊള്ളുന്നതാണ് ശനി. അതിനാൽ തന്നെ ശനി മഹാദശ ആരംഭിക്കുന്നതോടെ ധനുരാശിക്കാർക്ക് നിരവധി നേട്ടങ്ങൾ സ്വന്തമാക്കാൻ സാധിക്കുന്നതാണ്. വളരെയധികം കഠിനാധ്വാനികളായ രാശിക്കാരാണ് ധനുരാശിക്കാർ. അതിനാൽ തന്നെ അതിനൊത്ത നേട്ടങ്ങളും ഈ രാശിക്കാരെ തേടിയെത്തുന്നതുമാണ്. പല അംഗീകാരങ്ങളും ഇവർക്ക് ലഭിക്കുന്നതാണ്. സാമ്പത്തിക നേട്ടങ്ങൾ ഇതുമൂലം ഇവർക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നതാണ്. ഈ രാശിക്കാർ വിദ്യയിൽ മികച്ച നിലവ് ഉൾക്കൊള്ളുന്നവരാണ്. വിദേശത്തേക്ക് പോകുവാനായിട്ട് നോക്കുന്നവർക്ക് അതിനൊത്ത അവസരങ്ങൾ ലഭിക്കുമെന്നാണ് കാണിക്കുന്നത്. ജീവിതത്തിൽ പ്രതിസന്ധികൾ ഇല്ലാതാകുന്നതാണ്. സന്തോഷവും സുഖകരവുമായ ജീവിതം ഈ രാശിക്കാർക്ക് ലഭിക്കുന്നതുമാണ്. അടുത്തത് തുലാം രാശി. ഇതിൽ വരുന്ന നാളുകൾ നിങ്ങൾക്കറിയാം. ചിത്തിരയുടെ അരഭാഗം ചോതി വിശാഖം, അതായത് വിശാഖത്തിൻ്റെ മുക്കാൽ ഭാഗം. ഇതാണ് ഈ രാശിയിൽ വരുന്നത്. തുലാം രാശിയുടെ 4-ഉം 5-ഉം ഭാവങ്ങളുടെ അധിപനാണ് ശനി. അതിനാൽ തന്നെ ശനി മഹാദശ യോഗത്താൽ തുലാം രാശിക്കാർക്ക് നിരവധി നേട്ടങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ്. ഈ രാശിക്കാരുടെ പല അഭിലാഷങ്ങളും പൂവണിയാൻ പോവുകയാണ്. സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിനാൽ ഇവർക്ക് സാധിക്കും. ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ ഈ രാശിക്കാർക്ക് സാധിക്കുന്നതുമാണ്. ഉയർന്ന ശമ്പളത്തോടെ ജോലി ലഭിക്കാൻ ഈ രാശിക്കാർക്ക് യോഗം ഉണ്ടായിരിക്കുന്നതുമാണ്. ജീവിതത്തിലെ ദുരിതങ്ങൾ ഇവരിൽ നിന്ന് ഇല്ലാതാകാൻ പോകുന്നു. സാമ്പത്തിക സ്രോതസ്സുകൾ വർദ്ധിപ്പിക്കാൻ ഈ രാശിക്കാർക്ക് സാധിക്കുന്നു. അടുത്തത് മീനം രാശിയാണ്. ഇതിൽ വരുന്ന നാളുകൾ പൂരുരുട്ടാതിയുടെ കാൽഭാഗം ഉത്രട്ടാതി രേവതി. ഈ നാളുകാരാണ് മീനം രാശിയിൽ വരുന്നത്. ശനി 12-ാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതിനാൽ തന്നെ ശനി മഹാദശ മൂലം മീനം രാശിക്കാർക്ക് നിരവധി നേട്ടങ്ങൾ ലഭിക്കുന്നതുമാണ്. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഈ രാശിക്കാരിൽ നിന്നും ഇല്ലാതാകുന്നതുമാണ്. നിരവധി ആഗ്രഹങ്ങൾ മനസ്സിൽ പേറി നടക്കുന്ന രാശിക്കാരാണ് മീനം രാശിക്കാർ. അതിനാൽ തന്നെ ഇവർക്ക് എല്ലാം നേടിയെടുക്കാനുള്ള അസുലഭ മുഹൂർത്തമാണ് കൈവന്നിരിക്കുന്നത്.